ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേജൊക്കെ വൈറലായിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ പതുക്കെ അഡ്വാൻസ്ഡ് സെക്ഷനിലേക്ക് കടക്കും. നമ്മൾ എല്ലാ കാലവും നമ്മൾ ഇതുപോലെ ടെലഗ്രാം എയർ ഡ്രോപ്പുകളൊക്കെ ചെയ്ത് അതുകൊണ്ട് മാത്രം നമ്മൾ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. സോ ഇതൊരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പാണ്. ഇതിൽ കുറേ ക്വസ്റ്റ് ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് ലാപ്പിലാണ്. സോ നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മൊബൈലിൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. മൈസസ് എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഉണ്ട്, MISES, അതാണ് ബ്രൗസറിൻ്റെ പേര്. സോ ആ ബ്രൗസർ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ബ്രൗസർ കിട്ടും. ആ ബ്രൗസറിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ എക്സ്റ്റൻഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. സോ പറ്റുമെന്നുള്ളവർ എന്ത് ചെയ്യുക, മൈസസ് എന്ന ബ്രൗസറിൽ മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പും അല്ല കമ്പ്യൂട്ടറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ സോ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സൈറ്റുകളാണ്. ഒന്ന് ക്രിപ്റ്റോ റാങ്ക് എന്ന സൈറ്റും രണ്ടാമത് ഉപയോഗിക്കുന്നത് ICO അനലറ്റിക്സ് എന്ന സൈറ്റാണ്. സോ ICO അനലറ്റിക്സ് എന്ന സൈറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താണ്, നമുക്ക് കുറേ ഡിവൈസുകളൊക്കെ ഉണ്ടാവും. അതായത് AC, TV അല്ലെങ്കിൽ DVD പ്ലെയർ, CD പ്ലെയർ, അങ്ങനെ പല ഡിവൈസുകൾ ഉണ്ടാവില്ലേ. ഈ ഡിവൈസുകൾക്കൊക്കെ സെപ്പറേറ്റ് റിമോട്ടുകളായിരിക്കും. സോ ഈ സെപ്പറേറ്റ് റിമോട്ടുകൾ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിവൈസും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും കൂടി ഒരു യൂണിവേഴ്സൽ റിമോട്ട് ഉണ്ടെങ്കിലോ, നമ്മുടെ ഒക്കെ കൊണ്ടുവന്ന പോലത്തെ ഒരു യൂണിവേഴ്സൽ റിമോട്ട് ഉണ്ടെങ്കിലോ, സോ അതുപോലത്തെ ഒരു സർവീസാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ലാബ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ബ്ലോക്ക് ചെയിനുകളിലുള്ള ആക്ടിവിറ്റീസിനെ സിംപ്ലൈസ് ചെയ്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഡാപ്സോ അങ്ങനെ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയാലും ഈ ഒരു മൂവ്മെൻറ്റ് ലാബ്സിനുള്ളിൽ ഇൻ്റർ ബ്ലോക്ക് ചെയിൻ ഓപ്പറബിലിറ്റി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ആര് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ലാബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, SDK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. അത് ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് പലതരത്തിലുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ മൂവിൻ്റെ VMഉം വിർച്വൽ മെഷീനൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ സാധിക്കാനായിട്ട് ചെയ്യുമെന്നാണ് ഇവരുടെ പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്നത്. ഇവരുടെ പ്രോജക്റ്റിനെ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഡോക്യുമെൻറ്റ് സൈറ്റ് ഉണ്ട്. സോ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മൂവ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മൂവ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മൂവ് എന്ന ലാംഗ്വേജ് കണ്ടുപിടിച്ചത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൻ്റെ ആദ്യത്തെ ഒരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആയിരുന്നു ലിബ്ര എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റ് അത്ര സക്സസ്ഫുൾ ആവാണ്ടിരുന്നപ്പോൾ ആ പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു ലാംഗ്വേജാണ് മൂവ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അത്യാവശ്യം കുറച്ച് ടഫുള്ള ലാംഗ്വേജാണ്. നമ്മൾ സാധാരണ കാണുന്ന പൈത്തണും അല്ലെങ്കിൽ C പോലത്തെ ലാംഗ്വേജ് ഇച്ചിരി ടഫ് ഉണ്ട്. സോ ആ പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത 2-4 ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്, സ്വിയും ആപ്റ്റോസും ഒക്കെ. സോ അതിൽ നിന്ന് ബാക്കി ഉരുത്തിരിഞ്ഞ് വന്ന അടുത്തൊരു പ്രോജക്റ്റാണ് മൂവ്മെൻറ്റ് ലാബ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ്. സോ ഇതിൻ്റെ മെയിൻ പ്രോഗ്രാം ലാംഗ്വേജ് മൂവ് എന്നാണ്. സോ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോകാൻ കുറേ വായിക്കാനുണ്ട്. ചിലപ്പോൾ മനസ്സിലാവുന്നുള്ളത് എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് വായിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാം. സോ അതുപോലെ തന്നെ അവർ എക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെവലപ്പർ ഉണ്ട്. വൺ ഓഫ് ദ ഡെവലപ്പറിന് ഒരു പ്രഥം പ്രസൂൺ എന്നാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ, നമുക്ക് അവരെ യൂട്യൂബിലൊക്കെ കണ്ടുണ്ടാവും. വളരെ യങ്ങായ ഒരു 19-20 വയസ്സുള്ളൂ എന്ന് തോന്നുന്നു. അതിന് താഴെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പോഴേ തന്നെ ഇതിൻ്റെ ഒരു സീനിയർ ഡെവലപ്പർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ ഫുള്ള് കൺട്രീസിലേക്കൊക്കെ പോയി ഞാൻ ഇവരുടെ പ്രൊഫൈലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒരു മെയിൻ കോർ ഡെവലപ്പർ പോലെയാണ് ഈ പ്രസൂൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ഒറിജിനാണ്, ബോംബെയിലാണ് താമസിക്കുന്നത് തോന്നുന്നു. സോ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ടായ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 30-നാണ് ഇവരെ ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ജൂലൈ 30 നമ്മുടെ 17-ാം തീയതി. അതുമ്പോൾ അതിന് മുന്നേ തന്നെയായിട്ട് ഇതിന് മുൻപ് മൂവ്മെൻറ്റ് ലാബ്സിൻ്റെ ഒരു ഗാലക്സി ക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നൊക്കെ, ഒരു 2-3 മാസം മുന്നൊക്കെ അവർ ഗാലക്സി ക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും വന്നുള്ള ഗാലക്സി ക്വസ്റ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് പണ്ടത്തെ ചെയ്തവർക്കും അത് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് നെറ്റ്, നമുക്ക് എല്ലാത്തിനും ലിങ്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇതിന് കുറച്ച് വാലറ്റുകളൊക്കെ ആവശ്യമുണ്ട്. സോ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വഴിയെ മനസ്സിലാക്കാം. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ടെസ്റ്റ് നെറ്റ് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് നമ്മുടെ ഇതിന് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെ അവർ ഇൻ്റർഫേസിലേക്കാണ് വരിക, ടെസ്റ്റ് നെറ്റ് സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇവിടെ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ക്വസ്റ്റ് ആൻഡ് സ്കോർ, റിസോഴ്സ് യൂണിറ്റ്, ഈച്ച് ഗിൽഡ്, ഈച്ച് വീക്ക്, പിന്നെ ഇൻവെൻട്രി, ഇതൊക്കെ നെക്സ്റ്റ് അടിച്ച് വിട്ടോളൂ. എല്ലാം നെക്സ്റ്റ് അടിച്ചിട്ടുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യേണ്ട വാലറ്റുള്ള കേസുകൾ ചെയ്തിട്ടുണ്ട്. റേസർ, നൈറ്റ്ലി, പോണ്ടം വാലറ്റ് ഇതൊക്കെ എഴുതിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഗാലക്സി ക്വസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു. ചേംബർ ഓഫ് ഗിൽഡ്സ് ഇതൊക്കെ രണ്ടടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ഗാലക്സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഗാലക്സിയിൽ അക്കൗണ്ട് വേണം. ഓൾറെഡി നമ്മുടെ അക്വ പ്രോട്ടോകോൾ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി അവർക്ക് ഗാലക്സി അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ മെറ്റാമാസ്ക് വഴിയാണ് അന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാകുന്നത്. സോ മെറ്റാമാസ്ക് വഴി ഉണ്ടെങ്കിൽ മെറ്റാമാസ്ക് വഴി കണക്ട് ചെയ്യാം. മെറ്റാമാസ്ക് ഇതുവരെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഒരു 3 കുത്തുമ്പോൾ ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, എക്സ്റ്റൻഷൻ എന്ന് കാണാൻ പറ്റും. അവിടെ വിസിറ്റ് ക്രോം വെബ് സ്റ്റോർ എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെബ് സ്റ്റോർ കിട്ടും. ഇവിടെ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്യുക. മെറ്റ് മാസ്ക് എന്ന് അടിച്ചു കൊടുത്തത്.
മെറ്റാമാസ്ക് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്കൊരു മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടും. അത് ആഡ് ടു ക്രോം നിൽക്കുക. ഇതുവരെ ചെയ്യാത്തവരാണെന്ന് പറഞ്ഞിട്ട് അവിടെ ആഡ് എക്സ്റ്റൻഷൻ കാണും. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്റ്റൻഷൻ ഇവിടേക്ക് ആഡ് ആവും. അപ്പോൾ ഇവിടെ ആഡ് ടു ക്രോം എന്ന് ഇവിടെ കാണാൻ പറ്റും. ക്രോമിലേക്ക് ആഡ് ആയി കഴിഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സിസ്റ്റിംഗ് വാലറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ എന്താണ് ഇമ്പോർട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഐ അഗ്രി കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ റിക്കവറി ഫേസ് എവിടെ നിന്നാണ് എടുക്കുന്നത് ആ റിക്കവറി ഫേസ് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ റിക്കവറി ഫേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഓൾറെഡി അതൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോട്ടോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്നില്ല. അപ്പോൾ കൺഫേം ഞാനത് ഒരു ബിഗിനർ ഫ്രണ്ട്ലിയിലാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആക്കി കാണുക. ഡൺ കൊടുത്ത് നെക്സ്റ്റ് എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ ഒരു എക്സ്റ്റൻഷൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ പിൻ ചെയ്തിടാം. സോ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റിൻ്റെ എയർ ഡ്രോപ്പിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ നമുക്ക് ഈ ലിങ്ക് ഉണ്ട്. സോ ഈ ലിങ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് എയർ ഡ്രോപ്പ് 3 ഫേസസ് ആയിട്ടാണ്. ഒന്ന് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ഷനായിട്ടല്ല, 3 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. ഒന്ന് നമ്മളെ പോലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, പിന്നൊന്ന് ഡെവലപ്പേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്, പിന്നൊന്ന് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഈ പാരത്തിനോൺ എന്ന് പറഞ്ഞ ഒരു ഗിൽഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഗിൽഡ് അല്ലെങ്കിൽ ഒരു സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു സെക്ഷനിലേക്കാണ് വരിക. പിന്നെ അടുത്ത സെക്ഷൻ വന്ന് ഇവിടെ നമുക്കൊരു കണക്ട് ഗാലക്സി എന്നൊക്കെ കാണണം. സോ ഗാലക്സി ത്രൂ ആണ് നമ്മൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു ഗാലക്സി അക്കൗണ്ട് വേണം. സോ ഗാലക്സി അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഇത്ര പാടൊന്നുമില്ല. നിങ്ങൾ ഗാലക്സി app.galaxy സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഗാലക്സി അക്കൗണ്ട് ഉണ്ടാക്കാം. നിങ്ങളുടെ ഒരു മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സോ മെറ്റാമാസ്കിൻ്റെ ഇമെയിൽ വാലറ്റായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഡിസ്കോഡായിട്ടോ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നേരെ ഇവിടെ മൂവ്മെൻറ്റിൻ്റെ ഇതിലേക്ക് ഒന്ന് കണക്ട് ഗാലക്സി നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗാലക്സിയുടെ ഒരു ഓതറൈസേഷൻ കാണും. പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വാലറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊക്കെ വാലറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പെട്ര ആപ്റ്റോസ് നമ്മൾ നേരത്തെ ഇവിടെ നെക്സ്റ്റ് അടിച്ച് കണ്ടിട്ടുണ്ടാവും. പിന്നെ സ്വീ വാലറ്റ്, പിന്നെ നൈറ്റ്ലി വാലറ്റ്, പിന്നെ റേസർ വാലറ്റ്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ റേസർ വാലറ്റാണ് ചെയ്യാൻ പോകുന്നത്. സോ റേസർ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ഈ റേസർ വാലറ്റിൻ്റെ പാസ് ഫ്രേസ് അല്ലെങ്കിൽ സീക്രട്ട് കീ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 3 വാലറ്റിലേക്കും ഇമ്പോർട്ട് ചെയ്ത് ഈ ഒരു ഒറ്റ വാലറ്റ് ത്രൂ ആണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് എയർ ഡ്രോപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ റേസർ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ക്രോം വെബ് സ്റ്റോറിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, റേസർ വാലറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേസർ വാലറ്റ് കിട്ടും. അത് ആഡ് ടു ക്രോം ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പാസ് കീ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ആവശ്യമുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നൈറ്റ്ലി വാലറ്റ്, സ്വീ വാലറ്റ് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, പെട്ര ആപ്റ്റോസിലേക്ക് വരാം. അവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഓൾറെഡി ഒരു വാലറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ വാലറ്റാണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെയുള്ള പാസ് കീ ഇല്ലേ, ആ പാസ് കീ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. സോ ഞാൻ പാസ് കീ സേവ് ചെയ്ത് വെക്കാൻ പോകണം. അതുപോലെ തന്നെ 3 കൂടി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സ്വീ വാലറ്റ്, അതുപോലെ നമുക്ക് ഇവിടെ മോർ ഓപ്ഷൻസ് കാണാൻ പറ്റും. മോർ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് പാസ് ഫ്രേസ് കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങളുടെ റേസർ വാലറ്റിൻ്റെ പാസ് ഫ്രേസ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ നൈറ്റ്ലി വാലറ്റാണ്. അവിടെ നമുക്ക് എന്താണ്, ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ല, റീസ്റ്റോർ എക്സിസ്റ്റിംഗ് വാലറ്റാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാസ് ഫ്രേസ് ഇവിടെ അടിച്ചു കൊടുക്കുക, റീസ്റ്റോർ കൊടുക്കുക. സോ ഞാൻ എൻ്റെ പാസ് ഫ്രേസ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 വാലറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആഡ് ടു ക്രോം അടിച്ച് കഴിഞ്ഞാൽ റേസർ വാലറ്റിലാണ് നമ്മൾ അത് അടിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, അതിൻ്റെ ഫ്രേസ് കീ നമ്മൾ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. പെട്രയിലും സ്വീയിലും നൈറ്റ്ലിയിലും ഇമ്പോർട്ട് ചെയ്തു. ഇനി നോക്കേണ്ടത്, നമ്മൾ പെട്ര എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പാസ് കീ എന്നുണ്ടാവും, അതുപോലെ നെമോണിക് എന്നുണ്ടാവും. അതിൽ നെമോണിക് ആണ് സെലക്ട് ചെയ്തത്. നെമോണിക് സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പാസ് ഫ്രേസ് അടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സ്വീയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ അവിടെ സിമ്പിളായിട്ട് അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ആയ ഈ ഒരു നൈറ്റ്ലി വാലറ്റിലായിരിക്കും നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാവുക. സോ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പാസ് ഫ്രേസ് ഒക്കെ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. സോ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആപ്റ്റോസ് ആയിരിക്കും സെലക്ട് ഉണ്ടാവുക. സോ ഇത് മസ്റ്റായിട്ട് ആപ്റ്റോസ് സെലക്ട് ചെയ്യുക. സോളാനി ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് ആപ്റ്റോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓൾറെഡി റേസർ വാലറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ വെച്ചിട്ടുണ്ടല്ലോ, ഈ റേസർ വാലറ്റിൻ്റെ പാസ് ഫ്രേസ് ആണ് നിങ്ങൾ എന്ത് ചെയ്ത് എല്ലായിടത്തും കൊണ്ട് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് മേലെ മൂവ്മെൻറ്റ് ആപ്റ്റോസ് എന്ന് കാണാൻ പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, സെറ്റിംഗ്സിൽ പോയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ആപ്റ്റോസ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു കോഡ് കാണാൻ പറ്റും, 0x0C989. ഈ ഒരു അതേ ID തന്നെ ഇവിടെ ഉണ്ടോ നോക്കുക. സോ ഇവിടെ ഉണ്ട്. ഇതാണ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത്, കൺഫേം കൊടുക്കേണ്ടത്. സോ ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റ് ഓൾറെഡി സെറ്റായെന്ന് കാണിക്കും. പിന്നെ ലോഗിൻ ടു യുവർ വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ വാലറ്റിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണുന്നതായിരിക്കും. സോ ആ വാലറ്റ് കൂടി എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പിൻ ചെയ്തിടുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നൈറ്റ്ലി വാലറ്റോടും ഇവിടെ കാണാൻ പറ്റും. സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുന്നത് എന്താ, ആപ്റ്റോസ് നെറ്റ്വർക്കാണ്. എന്നിട്ട് വല്ല പേര് കൊടുക്കുക. ഞാനിപ്പോൾ മൂവ്മെൻറ്റ് ലാബ്സോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡ്രോപ്പ്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു.
അപ്പോൾ നമ്മുടെ അതേ വാലറ്റ് തന്നെ എന്തുണ്ട് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞു. അപ്പം 3 വാലറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. 3 വാലറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. റേസർ വാലറ്റിൽ അത് തന്നെയാണ് മസ്റ്റ് ആയിട്ട് ഉറപ്പ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 0xF9EF എന്നാണ്. സോ റേസർ വാലറ്റിലോ വന്നിട്ട് നമ്മളിവിടെ മൂവ്മെൻറ്റ് ആപ്പ് ടൂസ് മാറ്റിയിട്ട് ശേഷം എന്ത് ചെയ്യുക, അത് സ്വീ ആയിട്ട് മാറ്റി വയ്ക്കുക. സ്വീ ആയിട്ട് മാറ്റുമ്പോൾ 0xF9EFA അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. സോ അത് അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ക്രോസ് മാപ്പ് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സൊക്കെ കറക്റ്റ് അല്ലേ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന സംഭവം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, വാലറ്റിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ടെസ്റ്റ് നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ഗാലക്സി നമ്മൾ കാണാം. പക്ഷേ അതിന് മുന്നായിട്ട് നമ്മുടെ ഗാലക്സി കൊണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ വാലറ്റ് അഡ്രസ്സ് ഒന്ന് ഇവിടെ കാണാൻ പറ്റും. സോ ഈ വാലറ്റ് അഡ്രസ്സ് എടുക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ റേസർ നെറ്റ്വർക്ക്, നമ്മുടെ റേസർ ഇ വി എം വെച്ചിട്ടുണ്ടെന്നില്ലേ, അത് ഈ പ്ലസ് നിൽക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ കണക്ട് ചെയ്യുക. താഴേക്ക് വന്ന് ഈ റേസർ ഇ വി എം എന്ന് കാണാൻ പറ്റും. ആ റേസർ ഇ വി എം കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതൊക്കെ വാലറ്റ് ഉണ്ടോ അതൊക്കെ കണക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ഓരോ വാലറ്റിനും എന്തായാലും പാസ്വേഡുകൾ ഉണ്ടാവും. ആ പാസ്വേഡൊക്കെ അടിച്ചാൽ മാത്രമാണ് ഓരോ വാലറ്റ് അൺലോക്ക് ആവുള്ളൂ. തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ സൈൻ കൊടുക്കുന്നു. സൈനിങ് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ട് ഇവിടെ ലിങ്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വീ വാലറ്റും അതുപോലെ നമ്മൾ അവിടെ കണക്ട് ചെയ്ത ആപ്റ്റോസ് വാലറ്റും ഓരോന്നും ചെയ്യാൻ പറ്റും. പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണ ആചരണം. അപ്പോൾ ഓരോന്നും കണക്ട് ചെയ്ത് നോക്കണം. നമ്മൾ സ്വീ എടുക്കുന്നു. സ്വീ എടുത്തതിന് ശേഷം നമ്മൾ റേസർ സ്വീ വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ റേസർ സ്വീ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് നമ്മൾ കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഏത് വാലറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് സ്വീ ആണ്. സോ അത് നമ്മൾ സൈനിങ് കൊടുക്കുന്നു. എല്ലാം നമ്മളിപ്പോൾ റേസർ വാലറ്റിലെല്ലാം നമ്മൾ കണക്ട് വെച്ചിട്ടുണ്ട്. സോ സ്വീയും കണക്റ്റായി. ഇനി ആപ്റ്റോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും റേസർ ആപ്റ്റോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണക്റ്റ് ആക്കുക, സൈനിങ് കൊടുക്കുക. അപ്പോൾ ആപ്റ്റോസും കണക്റ്റായി. ഇനിയുള്ളത് പോണ്ടം അങ്ങനെ ഒരു വാലറ്റാണ്. സോ അത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യുക. എനിക്കിവിടെ കാണുന്നില്ല, അതിവിടെ ബാക്കിയുള്ളതൊക്കെ കണക്ട് ചെയ്യുക. സോ ഇതൊക്കെ നമുക്ക് ഓരോ ടാസ്കുകൾ ചെയ്യുമ്പോൾ അതിൽ ഇത് കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓൾറെഡി അത് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗാലക്സിയിലേക്ക് പോകുന്നത്. സോ ഗാലക്സിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെ മൂവ്മെൻറ്റിൻ്റെ ഡ്രോപ്പിലേക്ക് പോകുന്നു. ഞാനൊന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മുടെ മൂവ്മെൻറ്റ് എടുത്തതിന് ശേഷം കണക്ട് ഗാലക്സി കൊടുക്കുന്നു. നമ്മൾ നേരെ ഗാലക്സിയുടെ സൈറ്റിലേക്ക് ഓതറൈസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നത് എന്ത് വെച്ചാണ് ലോഗിൻ ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. സോ അക്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓതറൈസ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഓതറൈസേഷൻ സക്സസ് ആകുമ്പോൾ അവിടെ ലോഗിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലോഗൗട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ലോഗിൻ ആയെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഓതറൈസേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് കാണാൻ പറ്റും. സോ ഈ ക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ് തുറന്നു വരും. സോ ഇവിടെ ഒരുപാട് ക്വസ്റ്റുകൾ എടുക്കുന്നുണ്ട്. സ്പാർട്ടൻസ്, പാത്ത് ഫൈൻഡേഴ്സ്, ഇതൊക്കെ ഓരോ ടാഗുകളാണ്. നിങ്ങൾക്ക് ഓരോ മെഡലൊക്കെ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ സ്പാർട്ടൻസ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗിൽഡിലെ 100% കുറേ ക്വസ്റ്റുകളുണ്ട്, ആ പറ്റുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിലെ 10% മതി എന്നാണ് അവർ ട്വിറ്റർ പേജിലെ ഒരു പുള്ളിക്കാരൻ, അവർ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ തന്നെ ട്വിറ്ററിൽ കണ്ടത്. അതിൻ്റെ CEO ആണെന്ന് തോന്നുന്നു. സോ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 100%, ബാക്കിയുള്ളതിൽ 10%, അതായത് ഒരെണ്ണത്തിൽ ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ അതിലൊരു 10-അധികം അടുത്ത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. സോ അത്ര മാത്രം മതി. പറ്റുകയാണെങ്കിൽ എല്ലാം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 5% അല്ലെങ്കിൽ 10% എല്ലാത്തിലും കംപ്ലീറ്റ് ചെയ്തിടാനും നോക്കുക. സോ ഇതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവരുടെ ടോക്കൺസ് കിട്ടണം. മൂവ് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് കിട്ടണം. അതായത് ടെസ്റ്റ് നെറ്റിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ ടോക്കൺസ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോസെറ്റ് എന്ന് കാണാൻ പറ്റും. ഈ ഫോസെറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ടെസ്റ്റ് നെറ്റിലേക്ക് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ടോക്കൺസ് അല്ല, റിയൽ അല്ലാത്ത ടോക്കൺസ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന വിധമാണ് ഈ ഫോസെറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫോസെറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സോ ഞാനിവിടെ ഓൾറെഡി ഫോസെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ EVM അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇവരുടെ മൂവ് എന്ന് പറഞ്ഞ ടോക്കൺസ് ഇട്ടുതരും. സോ നമുക്ക് ആദ്യം വേണ്ടത് ആപ്റ്റോസ് മൂവ് എന്ന ടോക്കണാണ്. സോ അതിനായിട്ട് നമ്മൾ റേസർ വാലറ്റിൽ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റേസർ വാലറ്റ് എടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ്മെൻറ്റ് EVM അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ആപ്റ്റോസ് കാണാൻ പറ്റും. സോ ഈ മൂവ്മെൻറ്റ് ആപ്റ്റോസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ആ അഡ്രസ്സ് കോപ്പി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഐ ആം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഗെറ്റ് മൂവ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിവിടെ ഒരു മെസ്സേജ് ആയിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ അഡ്രസ്സിലേക്ക് മൂവ് എത്തിയെന്ന്. ചിലപ്പോൾ ഇച്ചിരി ടൈമൊക്കെ പിടിക്കും. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത MVM ആണ്. സോ 10 മൂവ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ EVM ആണ്, മെയിൻ EVM വാലറ്റ്. സോ റേസർ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആപ്റ്റോസ് നിന്ന് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും 10 മൂവ് നമുക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഐ ആം നോട്ട് റോബോട്ട് എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും ഗെറ്റ് മൂവ് കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് 5-6 പ്രാവശ്യം എന്ത് ചെയ്യുക,
10 എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗെറ്റ് മൂവ് കൊടുക്കാൻ പറ്റും. ഒരു ടൈം 10 മൂവ് മാത്രമാണ് എടുക്കുക. സോ നമ്മളടുത്ത് MVVM കൊടുക്കുകയാണ്. ആപ്റ്റോസ് മാറ്റിയ ശേഷം എന്ത് ചെയ്തു EVM കൊടുക്കുന്നു. EVMൻ്റെ അഡ്രസ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ ആപ്റ്റോസിൻ്റെ അഡ്രസ്സ് എന്നത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. MEVM സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു I am not EVM റോബോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് മൂവ് കൊടുക്കുന്നു. അഡ്രസ് കൊടുത്തില്ല, സോറി. I am not റോബോട്ട് ഗെറ്റ് മൂവ് കൊടുക്കുന്നു. സിസ്റ്റം എറർ. ഓക്കെ, അവർ സിസ്റ്റം എറർ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ സ്വീയിലേക്ക് പോകാം. വീണ്ടും ഒരു പ്രാവശ്യം കൊടുക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റം എററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാരണം ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്താലാണ് ചിലപ്പോൾ മൂവ് കിട്ടുള്ളൂ. എല്ലാത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ടിങ് ഇട്ട് വയ്ക്കുക. ഇതൊന്നും റിയൽ ടോക്കൺസ് അല്ല കേട്ടോ, ടെസ്റ്റ് നെറ്റിന് വേണ്ടി അവർ തരുന്ന ടോക്കൺസ് ആണ്. സോ 5 മിനിറ്റ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമുക്ക് സ്വീ മൂവിലേക്ക് പോവാം. മൂവ്മെൻറ്റ് സ്വീ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സ്വീ മൂവിലേക്ക് ഇവിടേക്ക് മാറ്റുന്നു. അതിനുശേഷം സ്വീയുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ആം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുന്നു. റൊണാൾഡോയുടെ ബ്ലോക്ക് ചെയ്യുന്നതല്ലാട്ടത്. ഗെറ്റ് മൂവ് ക്ലിക്ക് ചെയ്യുന്നു. ഫണ്ടഡ് അക്കൗണ്ട് 1 മൂവ്. അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-6 പ്രാവശ്യം അങ്ങോട്ട് കൊടുക്കാം. പൂക്കട്ടെ അവിടെ അങ്ങോട്ട് ഞാൻ വീണ്ടും കൊടുക്കുന്നു. വീണ്ടും ഫണ്ട് ചെയ്യുന്നു. ഞാനൊരു 5-6 പ്രാവശ്യം കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കൊണ്ട് കൊടുത്തോ ഈ ടോക്കൺസ് എന്ത് ചെയ്യും അവിടേക്ക് എത്തുന്നതായിരിക്കും. സോ നിങ്ങളുടെ റേസർ വാലറ്റിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ആ 3 പ്രാവശ്യം 3 മൂവ് ടോക്കൺസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആകെ ടോക്കൺസ് ഇപ്പോൾ എത്താത്ത ഏത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ EVM വാലറ്റിലോട്ട് മാത്രമാണ് എത്താത്തുള്ളൂ. സോ EVM വാലറ്റിൽ തെറ്റില്ല എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ 5 മിനിറ്റ് ആയിട്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എനിക്ക് വന്ന പോലത്തെ എറർ ആയിരിക്കില്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത്, വേറെ വല്ല എറർ ആയിരിക്കും. കാരണം എന്താ ചെയ്യുക, അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സിസ്റ്റം എററിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടോക്കൺസ് ഒക്കെ. ഇനി നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റിലേക്ക് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പാർട്ടൻസ് എടുക്കാം. സോ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഓരോ ടോക്കൺസ് കാണാൻ പറ്റും. മിൻറ്റ് ടോക്കൺസും സീബ്ര ഫസ്റ്റ് ഓരോന്നും ചിലതൊക്കെ ഇച്ചിരി ടഫ് ഉണ്ടാവും, ചിലതൊക്കെ വളരെ എളുപ്പമായിരിക്കും. സോ നമ്മളിവിടെ പ്ലേ മോൺസ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് പ്ലേ monsters.xyz എന്ന് പറഞ്ഞത്. സോ ഇതെടുക്കുന്നു. അപ്പോൾ നേരെ ഗാലക്സിയിലോട്ട് പോകുന്നു. നമ്മൾ ഗാലക്സി ഓൾറെഡി നമ്മൾ കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഗെറ്റ് 1 OAT വിസിറ്റ് ദ മോൺസ്റ്റേഴ്സ് ഗെയിം ആൻഡ് ടാപ്പ് എന്ന് പറഞ്ഞാണ്. അപ്പം യു ആർ ബീങ് റീഡയറക്ടർ ഓരോന്ന് എടുക്കുമ്പോഴും ഓക്കെ യു ആർ ബീങ് റീഡയറക്ടർ എന്ന് വന്നു. അപ്പോൾ ഞാൻ എടുക്കുകയാണ്, ഡീറ്റെയിൽ എടുക്കുന്നു. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂ ടു ആക്സസ് കൊടുക്കുന്നു. ഒരുപാട് ടാബുകളൊക്കെ ഇങ്ങനെ തുറന്നു വെക്കേണ്ടി വരും കേട്ടോ. ഇത് കൊടുക്കുന്നു. ഷീറ്റ് ടു ഏൺ ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഗെയിം സ്റ്റാർട്ടഡ്. എന്താണ് ഗെയിം ഒന്നും മനസ്സിലാവുന്നില്ല. ടോട്ടൽ അക്കൗണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഓട്ടോ ഹീറ്റ് കാണിക്കുന്നത്. ഹീറ്റ് ആൻഡ് അൺലോക്ക് മോർ എലമെൻ്റൽ എക്സ്. എവിടെയാണ് ഓട്ടോ ഹീറ്റ് കൊടുക്കണം? ഇയർ ഫണ്ടിങ് പ്ലീസ് വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്. ഇവിടെ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ഫ്രീക്വൻസി കൊടുത്ത് കംപ്ലീറ്റ് ആയി, വെറുതെ പോയുള്ളൂ. പ്ലേ മോൺസ്റ്റേഴ്സ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിലേക്കും പോകുന്നു. നമുക്കവിടെ വാലറ്റൊന്നും കണക്ട് ചെയ്യാത്ത കാരണം ചിലപ്പോൾ സിമ്പിളായിട്ട് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കോളും. ഇതൊക്കെ ഇവരെ പാർട്ട്നേഴ്സ് ആയിരിക്കും. സോ ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോട്ട് മോൺസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോന്ന് എടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആയില്ല മൂഞ്ചി. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്നു. അതിങ്ങനെ ടാപ്പ് വി ആർ ഫണ്ടിങ് യുവർ അക്കൗണ്ട് ചറപറ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നേരം കൂടി കഴിഞ്ഞ് നോക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴേക്ക് കാണിച്ചിരിക്കുന്നത് റിവാർഡ്സ് ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. 30 സെക്കൻഡ്സ് കഴിഞ്ഞ് ട്രൈ ചെയ്യാൻ. സോ നിങ്ങൾ ഓരോന്നും കളിച്ച് നോക്കുക. നിങ്ങൾ ഓരോന്നും കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിൻറ്റ് ടോക്കൺ ഓൺ സീബ്ര രൂപ എടുത്ത് നോക്കാം. സോ ഇതെടുക്കുന്നു. വിസിറ്റ് ദ കുറേ ആദ്യം ഇല്ല, കുറച്ച് വിസിറ്റ് ദ സീബ്ര ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം കണ്ടിന്യൂ ആക്സസ് കൊടുക്കുന്നു. അതിലേക്ക് പോകുന്നു. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വരാം. സീബ്ര ആപ്പ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, അതെടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ റീഫ്രഷ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. മിൻറ്റ് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് 1 ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ കണക്റ്റ് വാലറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണക്റ്റ് വാലറ്റ് കൊടുക്കുന്നു. റേസർ വാലറ്റിൽ നമ്മുടെ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ റേസർ വാലറ്റ് കൊടുക്കുന്നു. റേസർ വാലറ്റിൽ കൺഫേം കൊടുക്കുന്നു. എയർ ഡ്രോപ്പ് കോയിൻസ് യുവർ വാലറ്റ് അഡ്രസ്സ്. എയർ ഡ്രോപ്പ് കോയിൻസ് വന്നിട്ടുണ്ട്. സൈൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. ടെസ്റ്റ് കോയിൻസ് എയർ ഡ്രോപ്പ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ വാലറ്റിലോട്ട് വീണ്ടും തിരിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര ടാബിലാണ് തുറന്നിരിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. റേസർ വാലറ്റിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് EVMലൊന്നും കാണുന്നില്ല.
നമ്മുടെ ഈ VVM വാലറ്റിലോട്ടൊന്നും ചെയ്തിട്ടില്ലേ, നമ്മുടെ ആപ്റ്റോസിലോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക, എവിടെയെങ്കിലും വന്നാണോ നോക്കുക, ഓരോന്നെടുത്ത് നോക്കുക. സ്വീ നെറ്റ്വർക്ക്, ഓക്കെ, സീബ്ര കോയിൻസ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെയോ കുറേ കോയിൻസ് നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. സോ ഇതിനർത്ഥം ഇതൊക്കെ കിട്ടില്ല കേട്ടോ, അതൊക്കെ ടെസ്റ്റ് നെറ്റാണ്. സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ മിൻറ്റിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ റീഫ്രഷ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയി. മിൻറ്റ് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വീണ്ടും മിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വീണ്ടും അങ്ങോട്ട് പോകുന്നു. കണക്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എയർ ഡ്രോപ്പ് കോയിൻസ് വീണ്ടും ക്ലിക്ക് ചെയ്യുക, സൈൻ റിക്വസ്റ്റ് കൊടുക്കുക. ടെസ്റ്റ് കോയിൻ എത്തി, വീണ്ടും കൊടുക്കുക, സൈനിങ് കൊടുക്കുക. നിങ്ങളുടെ എവിടേക്കാണ് എത്തുന്നത് ഞാൻ അവിടെ വാലറ്റ് കാണാൻ പറ്റും. നമുക്ക് എയർ ഡ്രോപ്സ് കോയിൻസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ടാണ് ഏത് വാലറ്റിലേക്കാണ് പോകുന്നത്, മൂവ്മെൻറ്റ് സ്വീയിലേക്കാണ് പോകുന്നത്. സോ സൈൻ റിക്വസ്റ്റ് കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇവിടേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുന്നു. 3 പ്രാവശ്യം എത്തിയല്ലോ, 3 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും കംപ്ലീറ്റ് ആയി. റിഫർ ഫ്രണ്ട്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്വസ്റ്റ്. സോ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മിൻ ടോക്കൺ ഇറ്റ് മസ്റ്റ് ബി റിഫറീസ് ഫസ്റ്റ് ടൈം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്യാമ്പയിൻ ഡീറ്റെയിൽ. അപ്പോൾ ഞാനത് ഷെയർ നിൽക്കുന്നു, കോപ്പി ലിങ്ക് നിൽക്കുന്നു. ഇത് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് തരാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാനത് റീഫ്രഷ് എടുത്ത് നോക്കുന്നു. വെരിഫിക്കേഷൻ പേജിൽ, കാരണം ഞാൻ എന്ത് ചെയ്തില്ല, ഷെയർ ചെയ്തിട്ടില്ല. സോ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ എൻ്റെ ലിങ്കൊക്കെ ഇടാം. നമ്മൾ ഓരോ ദിവസം നമുക്ക് ഇങ്ങനെ ചാനലിൽ നമുക്കൊരു ചാനലല്ല, നമുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ടാസ്കുകൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ VCയിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം എടുത്തതിന് ശേഷം നമ്മളിവിടെ ലൈവായിട്ട് VCയിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഓരോ ടാസ്കുകളും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ടാസ്കുകളും എനിക്ക് ഇതുപോലെ ഇങ്ങനെ കാണിച്ചു തരാനായിട്ട് പറ്റില്ല, വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയി പോയിട്ടിരിക്കും. അതുപോലെ തന്നെ പാത്ത് ഫൈനേഴ്സിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ മാറ്റിയിട്ട് പാത്ത് ഫൈനേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ പാത്ത് ഫൈനേഴ്സിൽ കുറേ എടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഓരോ ബാഡ്ജുകൾ കിട്ടും നിങ്ങൾക്ക് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. സോ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും കൂടുതൽ കിട്ടുന്നു മൊത്തം, മനസ്സിലായില്ലേ? അപ്പോൾ കുറേ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ VC ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനർത്ഥം നമ്മൾ ടെലഗ്രാമിലെ എയർ ഡ്രോപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി അബാൻഡ് ചെയ്യാനല്ല കേട്ടോ. പക്ഷേ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് മാറി കുറച്ചുകൂടി റിവാർഡ് കിട്ടുന്ന എയർ ഡ്രോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ VCയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഓരോരുത്തർക്കും നമുക്ക് ആർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്ത് ഓരോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഗിൽഡ് എടുത്തതിന് ശേഷം അവിടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കുറേ ടാസ്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഫോളോ ചെയ്യാനായിട്ട് ടാസ്കുകളൊക്കെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് തീരുന്നല്ലേ. സോ അതൊക്കെ എന്തായാലും മാക്സിമം കംപ്ലീറ്റ് നോക്കൂ. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. കുറേ കണ്ട സൈറ്റുകളൊക്കെ ഇവിടെ പാർട്ട്നേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. അതിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അതിലൊക്കെ അക്കൗണ്ട് ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യുക, ഇതിലെല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ആണ് നോക്കുക. സോ ഇതിൻ്റെ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തായാലും നല്ലവണ്ണം എഫേർട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല റിവാർഡ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലായ ക്രിപ്റ്റോ മങ്കിയിലായിരിക്കും അപ്ഡേറ്റ് ആവുക. അതിലെല്ലാ കാര്യങ്ങളും ഇതിന് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ചെയ്യാനുള്ളത്, എന്തൊക്കെ ടാസ്കുകൾ പുതിയ വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിലുള്ളിൽ ഇടുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഒരെണ്ണം പോലും വിടരുത്. ഒറ്റെണ്ണം വിടാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കിയോളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിലേക്ക് വന്നാൽ മതി. കമ്മ്യൂണിറ്റി ചാറ്റ് നമ്മൾ ഈ ഒരു വീഡിയോ റിലീസ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി ചാറ്റ് നമ്മൾ ടോപ്പിക്സ് ആയിട്ട് തിരിക്കുന്നതായിരിക്കും. സോ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെലഗ്രാം ത്രൂ ചെയ്യുന്ന എയർ ഡ്രോപ്പുകളൊക്കെ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ചാറ്റ് ചെയ്യാനും അതിനുള്ളിൽ നമുക്ക് ഡൗട്ട് എടുക്കാം. അതുപോലെ തന്നെ ടെസ്റ്റ് നെറ്റിലേക്ക് ഇതുപോലെ എയർ ഡ്രോപ്പും പിന്നെ അടുത്തടുത്ത സെക്ഷനിൽ ഓരോന്ന് വരുമ്പോൾ ഈ ട്രേഡിങ്ങും സാധനങ്ങളൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അതിനായിട്ട് എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്ക് തിരിച്ചിട്ട് അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പർട്ടിക്കുലർ ഡൗട്ട്സുകളൊക്കെ ചോദിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഹെൽപ്പും വേണം, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം. നിങ്ങളുടെ ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടൈമിന് എല്ലാം കൊണ്ട് വാല്യൂകളാണ്. സോ നിങ്ങളുടെ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. സോ ഇതിന് കിട്ടുന്ന റിവാർഡ് ചിലപ്പോൾ ഹൈ ആയതുകൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. കാരണം യൂസേഴ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 10,000-50,000 യൂസേഴ്സിന് മേലെ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. സോ അത്ര യൂസേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, അതിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യം അറിയില്ല, 9,000 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് മേലൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. സോ അത്ര യൂസേഴ്സ് ഉണ്ട്. സോ ആ യൂസേഴ്സ് ഉള്ളത് കൊണ്ട് പേടിക്കേണ്ട, നിങ്ങളുടെ കൊടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഇതിൽ വരെ ചെയ്തതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വെച്ച് എനിക്ക് എപ്പോഴും ചിലപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ കമ്മ്യൂണിറ്റി ചാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിലും അത് തെറ്റുന്നുണ്ടെന്ന് കാരണം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ഞാനത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരുത്താനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് ത്രൂ എന്തെങ്കിലും തിരുത്തി മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഏതെങ്കിലും ഭാഗത്ത് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ അതും തിരുത്തി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് മുന്നേറാം. ഈ ഒരു മൂവ്മെൻറ്റ് ലാബ്സിനെ കുറിച്ചായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.